ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹീറോയുടെ അച്ഛന്റെ ഫ്യൂണറലിനു വേണ്ടി ഫ്രൂട്ട്സ് വാങ്ങാൻ നിൽക്കുന്ന എംപ്ലോയീസിനെയാണ് കാണിക്കുന്നത്. അതേസമയം മറ്റൊരു എംപ്ലോയി ഒരു ക്ലയന്റിനോട് ചൂടാകുന്നുണ്ട്. നിനക്ക് എങ്ങനെയാ അദ്ദേഹത്തിന്റെ മരിപ്പിന് വരില്ല എന്ന് പറയാൻ പറ്റുന്നേ? കുറച്ചു പൂക്കൾ അയച്ചാൽ മതിയെന്നാണോ? അയാൾ ഫോൺ കട്ട് ചെയ്തു. അവസാനമായി സിയോ അവരോടെല്ലാം സോറി പറഞ്ഞത് ഓർത്തു അയാൾ കരയാൻ തുടങ്ങി. സിയോയുടെ വേർപാട് അവർക്കെല്ലാം സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. സെയോനാണെങ്കിൽ നാളെ നടക്കുന്ന കോളേജ് എക്സാം എഴുതുന്നില്ല എന്ന് തീരുമാനിച്ച് ആ ഹാൾ ടിക്കറ്റ് ചുരുട്ടി പിടിക്കുന്നുണ്ട്. അതേസമയം ഹീറോ തന്റെ അച്ഛന്റെ കൂടെ അവസാന നിമിഷം നിൽക്കാൻ പറ്റാത്ത വിഷമത്തിൽ അവൻ തന്റെ പേജർ ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. ഹീറോ ചെറുപ്പം മുതലേ അച്ഛന്റെ ഷൂസ് പോളിഷ് ചെയ്യുമായിരുന്നു. കാരണം അച്ഛൻ പറയാറുണ്ട്, തന്റെ മകൻ പോളിഷ് ചെയ്ത ഷൂസ് ഇട്ടാൽ അന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കുമെന്നും. അതിനു പകരമായി അച്ഛൻ അവൻ തന്റെ ആഗ്രഹങ്ങൾ എഴുതാൻ ഒരു കാർഡും കൊടുക്കാറുണ്ട്. ഹീറോയ്ക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടമാകാൻ കാരണവും അച്ഛനായിരുന്നു. അവൻ പൂക്കളെക്കുറിച്ചും അതിന്റെ സവിശേഷതകളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിരുന്നത്. അടുത്ത സീനിൽ അച്ഛന്റെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്ന ഹീറോയെയും അമ്മയുമാണ് കാണിക്കുന്നത്. അവിടെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നോക്കി നടത്തുന്നത് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരാണ്. അതേസമയം അവിടേക്ക് കുറച്ചുപേർ വന്നിട്ട് ഫ്യൂണറലിന് കൊടുക്കുന്ന പൈസ വെച്ചിരിക്കുന്ന പെട്ടി എടുത്തുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ടും എംപ്ലോയീസും അത് തടയുന്നു. അങ്ങനെ അവിടെ പിടിയും വലിയും ബഹളവുമായി. ഹീറോ അവിടേക്ക് വരുമ്പോൾ പൈസ എടുത്തോണ്ട് പോകാൻ വന്ന മറ്റൊരു കമ്പനിയുടെ ഓണറായ ഓഗസ്റ്റ് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനുമായി ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ്. എനിക്ക് നിന്റെ അച്ഛൻ കുറച്ചു പൈസ കൂടി തരാൻ ഉണ്ട്. നിനക്ക് അതിനെക്കുറിച്ച് അറിയാമോ? ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കമ്പനി നഷ്ടത്തിലാണെന്ന്. നിന്റെ അച്ഛൻ തിരിച്ചെടുക്കാൻ പൈസ ഇല്ലായിരുന്നുവെന്നും അക്കൊണ്ട് ഞാനിത് എടുക്കുകയാണ്. എംപ്ലോയീസ് എല്ലാം അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം ഹീറോ പറഞ്ഞു, അത് വിട്ടുകൊടുത്തേക്ക്, അവർ കൊണ്ടുപോട്ടെ. ഇത് കേട്ട് സെയിൻ പറഞ്ഞു, ഞാൻ ഡൈഫോൺ കമ്പനിയിലെ ബുക്കീപ്പറാണ്. ആ എഗ്രിമെന്റിൽ പറയുന്നത് പ്രകാരം പൈസ തിരിച്ചെടുക്കാനുള്ള തീയതി ഇനിയും ആയിട്ടില്ല. ഓഗസ്റ്റ് ചോദിച്ചു, നിനക്ക് അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അവൾ പറഞ്ഞു, ഇത് കമ്പനിയുടെ ഫണ്ട് അല്ല, ഇത് സിയോയുടെ ഫാമിലിക്ക് അവകാശപ്പെട്ട പൈസയാണ്. നിങ്ങൾ ഇത് എടുക്കുന്നത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. അവൾ ഇത്രയും പറഞ്ഞിട്ട് അയാൾ അവളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം അവിടേക്ക് ജൂണിന്റെ അച്ഛനും വരുന്നു. അയാൾ കുറച്ചു നേരം ആ മുറിയിൽ നിൽക്കുന്നുണ്ട്. അന്ന് ഹീറോയുടെ അച്ഛൻ മരിക്കുന്നതിനും മുൻപ് രാത്രി ഇയാൾ ഹീറോയുടെ അച്ഛനെ കാണാൻ ചെന്നിരുന്നു. അയാൾ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണ് തുറക്ക്, എനിക്ക് അറിയണം അത് എവിടെ എന്ന്. എന്നാൽ ഹീറോയുടെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അയാൾ എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സെയിൻ കാണുന്നുമുണ്ട്. അങ്ങനെ ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞു. തിരികെ പോകാൻ നേരം കാറിൽ വച്ച് അയാൾ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, അവൻ നമ്മൾ പറഞ്ഞ കാര്യം സമ്മതിച്ചോ എന്ന്. അസിസ്റ്റന്റ് പറഞ്ഞു, ഇല്ല, അവൻ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്ന്. അങ്ങനെ ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ ഹീറോ ഒറ്റയ്ക്കാവുന്നു. ഹീറോയുടെ ഫ്രണ്ടും അവിടെ ആ പെട്ടിക്ക് കാവലിരിക്കുകയാണ്. അവർ ഇനിയും വന്നാലോ എന്ന് ഓർത്ത് ഹീറോ അവനോട് പോയി കിടക്കാൻ പറഞ്ഞിട്ടും അവൻ പോകുന്നില്ല. ഹീറോ അവന് പുതച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ അച്ഛന്റെ ഫോട്ടോയുമായി അമ്മയും ഹീറോയും വീട്ടിലേക്ക് മടങ്ങുന്നതാണ് കാണുന്നത്. അമ്മ പറഞ്ഞു, ആദ്യമായി നിന്റെ അച്ഛൻ ഈ കാർ വാങ്ങിയപ്പോൾ എന്നെയും കൂട്ടി ഒരു പുഴയുടെ തീരത്തേക്കാണ് പോയത്. അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ഈ കാർ വാങ്ങിയത് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു സക്സസ്ഫുൾ മൊമെന്റ് ആയിരുന്നു. ഇത് കേട്ട് ഹീറോ പറഞ്ഞു, എപ്പോഴും ചിരിക്കാറില്ലാത്ത അച്ഛൻ അന്ന് ചെറുതായി ഒന്ന് ചിരിച്ചല്ലേ? അമ്മ വിഷമിക്കേണ്ട, ഇനി ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് എല്ലാം ചെയ്യാൻ കഴിവുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്നത് ഒഴികെ ബാക്കി എല്ലാം എനിക്ക് അറിയാം. അമ്മ പറഞ്ഞു, അതെ, എനിക്ക് അറിയാം, ഞാൻ നിന്നെ അങ്ങനെയാ വളർത്തിയത്. അങ്ങനെ അവർ വീടെത്തറായി. പക്ഷെ ഹീറോയ്ക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അറിയാതെ കാർ മുന്നോട്ടും പിന്നോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഹീറോയോട് മാറാൻ പറഞ്ഞ് അമ്മ ഡ്രൈവ് ചെയ്യുന്നു. എന്നിട്ട് അമ്മയ്ക്കും കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാതെ പിന്നിലുള്ള വണ്ടിയിൽ ഇടിക്കാൻ പോകുന്നുണ്ട്. ഹീറോ ചോദിച്ചു, അമ്മേ, നിങ്ങൾ ആ വണ്ടിയെ ഇടിച്ചോ? അമ്മയാണേൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കണ്ണും അടച്ചു ഇരിക്കുന്നു. അടുത്ത സീനിൽ സെയോണിന്റെ അനിയത്തി എവിടെയോ പോകാൻ ഒരുങ്ങുന്നത് കണ്ട് സെയോൺ ചോദിച്ചു, നീ എവിടെ പോവാണ്? അവൾ പറഞ്ഞു, ജോബ് ഇന്റർവ്യൂയിൻ. സെയോൺ വീണ്ടും ചോദിച്ചു, അപ്പോൾ നിന്റെ എയർ ഹോസ്റ്റസിന്റെ ഇന്റർവ്യൂവോ? അവൾ പറഞ്ഞു, കൊറിയയിൽ ഇപ്പോൾ ഇക്കണോമിക് ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് അവർ എന്റെ ജോബ് റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു. അനിയത്തിക്ക് അതിൽ നല്ല വിഷമം ഉണ്ടെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ തന്റെ ഫാമിലി സിറ്റുവേഷൻ മനസ്സിലാക്കി വേറെ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അടുത്ത സീനിൽ ഹീറോ തന്റെ ഗാർഡനിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഹീറോയുടെ ഫ്രണ്ട് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഹീറോയില്ലാത്തപ്പോൾ ചെടികൾ എല്ലാം നോക്കിയിരുന്നത് അവനാണ്. ഫ്രണ്ട് ഹീറോയോട് ചോദിച്ചു, നീ എന്താ കരയാറില്ലേ? എന്തുകൊണ്ടാ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ കരയാത്തത്? ഹീറോ പറഞ്ഞു, എനിക്ക് അറിയില്ല, എനിക്ക് ഇപ്പോൾ ദേഷ്യം ആണോ ദുഃഖം ആണോ തോന്നുന്നത് എന്ന്. ഫ്രണ്ട് പറഞ്ഞു, എനിക്കും അറിയില്ല, ഇനി നിന്നോട് എന്താ പറയേണ്ടത് എന്ന്. ഹീറോ അവനോട് ചോദിച്ചു,
ഓഫീസിൽ പോകാൻ ഫോർമൽ ഡ്രസ് ഇടണോ? ഫ്രണ്ട് പറഞ്ഞു, എനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ ഓഫീസിൽ ഒന്നും പോയിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം ഹീറോ ഓഫീസിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ഓഫീസിൽ എംപ്ലോയീസ് എല്ലാരും ചർച്ചയിലാണ്. ഇനി എങ്ങനെ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഓർത്തു. അതിനിടയിലേക്കാണ് ഹീറോ വരുന്നത്. അവനെ കണ്ട് എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട്, ഇവൻ ഇത് എന്താ പോപ്പ് സ്റ്റാറിനെ പോലെ ഡ്രസ് ചെയ്തിരിക്കുന്നേ? ഹീറോ അവിടെ വന്നത് എന്തിനാണെന്ന് അറിയാതെ അവർ പരസ്പരം നോക്കുന്നുണ്ട്. ഹീറോ അവരോട് പറഞ്ഞു, ഞാൻ എന്റെ അച്ഛന്റെ കുറച്ചു സാധനങ്ങൾ എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു അവൻ അച്ഛന്റെ ഓഫീസ് റൂമിലേക്ക് പോകുന്നു. എംപ്ലോയീസ് എല്ലാം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നമുക്കിത് അവനോട് പറയണ്ടേ? ഇപ്പോൾ ഉള്ള ബിസിനസ്സിൽ നിന്ന് നമുക്കുള്ള ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ കൊടുക്കാനുള്ള പൈസയാണെങ്കിൽ സിഇഒ കുറച്ച് പേയ്മെന്റ് ഒക്കെ ചെയ്തതാണ്. കമ്പനിയുടെ ഒരു ഷെയർ എന്തായാലും സിഇഒയുടെ മകൻ എന്ന നിലയിൽ അവൻ കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഈ കമ്പനി അടച്ചുപൂട്ടിയാലോ? ആര് ഇതൊക്കെ ഇനി നോക്കി നടത്താനാ? അതേസമയം ഓഗസ്റ്റ് അയാളുടെ ആൾക്കാരും എഗ്രിമെന്റുമായി അവിടേക്ക് എത്തി. എല്ലാം അടിച്ചു തകർത്തോ എന്ന് അയാളുടെ കൂടെ വന്നവരോട് പറയുന്നുണ്ട്. ഓഗസ്റ്റ് എംപ്ലോയീസിനോട് ചോദിച്ചു, ഇവിടെ ഇത്രയും വലിയ സാമ്പത്തിക തകർച്ചയിലും നിങ്ങളുടെ കമ്പനിക്ക് ഒരു കുഴപ്പവുമില്ല? നിങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരുന്നു ജോലി ചെയ്യാണ് അല്ലേ? എനിക്ക് എന്റെ എംപ്ലോയീസിന് ശമ്പളം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ വീട്ടിൽ ഒന്നും കഴിക്കാൻ പോലും ഇല്ല. കമ്പനിയിലെ സീനിയർ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ പ്രശ്നമെന്നും ഉണ്ടാക്കരുത്. ഓഗസ്റ്റ് ചോദിച്ചു, എവിടെയാ ആ സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടി? എവിടെ? നീ ഈ എഗ്രിമെന്റ് നോക്ക്. ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ? എന്റെ പൈസ തിരിച്ചു താ. എംപ്ലോയീസ് പറഞ്ഞു, നിങ്ങൾ വന്നു ചോദിക്കുമ്പോൾ തന്നെ എടുത്തു തരാൻ ആയിട്ട് ഞങ്ങളുടെ ഓഫീസിൽ പൈസ ഒന്നും ഇരിപ്പില്ല. ഓഗസ്റ്റ് പറഞ്ഞു, എനിക്കത് അറിയാം. ഇതിൽ പറയുന്ന ഡേറ്റിന് പൈസ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള സിഇഒ സൈൻ ചെയ്താലും മതി. ആരാണ് ഇവിടുത്തെ സിഇഒ എന്ന് ചോദിച്ച് അയാൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഹീറോ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഞാൻ സൈൻ ചെയ്യാമെന്ന്. ഓഗസ്റ്റ് ചോദിച്ചു, നീ സിഇഒയുടെ മകൻ അല്ലേ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഹീറോ പറഞ്ഞു, ഞാൻ ഇവിടത്തെ എംപ്ലോയി ആണെന്ന്. അയാൾ ചോദിച്ചു, എപ്പോൾ മുതൽ? അവൻ പറഞ്ഞു, ഇന്ന് മുതൽ. ഓഗസ്റ്റ് പറഞ്ഞു, എന്ന് നീ പോയി സൈൻ ചെയ്യ്. ഞാൻ ഈ കമ്പനിയുടെ ലീസ് എഗ്രിമെന്റ് എടുക്കുകയാണ്. ഹീറോ അയാളെ തടഞ്ഞിട്ട് അത് തിരിച്ചു തരാൻ പറയുന്നുണ്ട്. അത് എന്റെ അച്ഛന്റെയാണ്, ഞാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളം. എന്നാൽ ഓഗസ്റ്റ് പറഞ്ഞു, ഞാൻ ആരുടെയും വാക്കുകൾ വിശ്വസിക്കില്ല. സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം. ഇത് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുക എന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഓഗസ്റ്റ് അവിടെ നിന്ന് പോകുന്നു. എംപ്ലോയീസ് പറയുന്നുണ്ട്, നമുക്ക് ടെക്സ്റ്റൈൽസ് കിട്ടാനുള്ള പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കാൻ പറ്റും. അയാളാണെങ്കിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഓഫീസിന്റെ അവസ്ഥ? സെയോൺ അതേസമയം കുറച്ച് ഫോംസ് ഒക്കെ എടുത്ത് ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സെയോൺ പറഞ്ഞു, ഞാൻ ഇവിടത്തെ ബുക്കീപ്പറാണ്. ഇവിടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ഇതാണ് ഫിൽ ചെയ്യാനുള്ള ഫോം. അങ്ങനെ ഹീറോ ആ ഫോം ഒക്കെ ഫിൽ ചെയ്ത് ഒഫീഷ്യലി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. റൂമിൽ ചെറിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇരുട്ടത്ത് ആരെയോ കണ്ടു ഹീറോ പേടിക്കുന്നുണ്ട്. അത് ഹീറോയുടെ അമ്മയായിരുന്നു. ഹീറോ ചോദിച്ചു, എന്തിനാ ഈ തിരിയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നേ? അമ്മ പറഞ്ഞു, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ, അതുകൊണ്ടാ. നോക്കിയേ, എന്റെ ഈ കോട്ട് എങ്ങനെയുണ്ട്? ഇത് നിന്റെ അച്ഛൻ വാങ്ങി തന്നതായിരുന്നു. ഹീറോ പറഞ്ഞു, നന്നായിട്ടുണ്ട്. ശരിക്കും പൈസ അടക്കാത്തതുകൊണ്ട് ഇലക്ട്രിസിറ്റി കട്ടായതായിരുന്നു. ഹീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അമ്മ ആ കോട്ട് ധരിച്ചതും. ഹീറോ ചോദിച്ചു, നമ്മൾ അത്രയും മോശം അവസ്ഥയിലാണോ ഉള്ളത്? ഈ ഫോൺ എന്തിനാ അൺപ്ലഗ് ചെയ്തു വെച്ചിരിക്കുന്നേ? അവനത് കുത്തിവെക്കാൻ പോകുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അതിൽ തോടല്ലേ എന്ന്. ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ കുത്തിയിടുന്നു. ഉടനെ ആ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. ഫോൺ എടുത്തതും പൈസ കൊടുക്കാനുള്ള ആരോ അവരെ വിളിച്ചു ചീത്ത പറയുകയാണ്. അമ്മ അതുകൊണ്ടാണ് അവനോട് ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞത്. അമ്മ ഉടനെ ഫോൺ കട്ട് ചെയ്തിട്ട് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോയും അത് സാരമില്ല എന്ന് പറയുന്നു. അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എങ്ങനെയാ നോക്കിയിരുന്നതെന്നും അവൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. ഇനി അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കണ്ട എന്ന് അവൻ അമ്മയോട് പറയുന്നുണ്ട്. കറന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. അമ്മ തന്റെ കോട്ട് എടുത്ത് ഹീറോയ്ക്കും പുതച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം സെയൻ തണുപ്പായതുകൊണ്ട് കുറച്ച് പേപ്പർ ഇട്ട് തീ കത്തിച്ച് അതിന്റെ അടുത്ത് ഇരിക്കുകയാണ്. അനിയത്തി അവളുടെ അടുത്ത് വന്ന് സെയോൺ കത്തിക്കുന്ന പേപ്പർ എന്താണെന്ന് നോക്കുമ്പോൾ അത് അവളുടെ എക്സാമിന്റെ ഹാൾ ടിക്കറ്റും നോട്ട് ബുക്സും ആയിരിക്കും. അവൾ ഉടനെ തന്നെ അത് വെള്ളം ഒഴിച്ചു കെടുത്തിയിട്ട്, നീ എന്താ ഈ ചെയ്യുന്നതെന്ന് സെയോണിനോട് ചോദിച്ചു.
അവൾ പറഞ്ഞു, എനിക്ക് പഠിക്കാനുള്ള പൈസ ഇല്ല, നീ എന്നെ ഓർത്ത് വിഷമിക്കാതെ നിന്റെ കാര്യം നോക്ക്. ഈ വർഷം നിന്റെ റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ആയെങ്കിൽ അടുത്ത വർഷം ഒന്നുകൂടെ ശ്രമിക്ക്. അനിയത്തി ചോദിച്ചു, ഞാൻ നിന്റെ ഫീസ് അടക്കാമെന്നു പറഞ്ഞതല്ലേ? നീ എന്നെ സപ്പോർട്ട് ചെയ്തപോലെ ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്യില്ലാർന്നോ? നീ എന്റെ അച്ഛനോ അമ്മയോ അല്ല, പിന്നെ എന്തിനാ എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കുന്നേ എന്ന് പറഞ്ഞു. അനിയത്തി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. സെയോൻ അവളെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചതെല്ലാം എന്നിൽ നിന്നും പോകുന്നു നില്ല, അതെല്ലാം എന്റെ തലയിൽ തന്നെ ഉണ്ടാകും. ശരിയാണ്, നീയും എന്നെ സപ്പോർട്ട് ചെയ്യണം, കരയേണ്ട എന്ന് പറഞ്ഞ് സെയോൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഉറക്കം വരാതെ അച്ഛന്റെ ക്യാബിന് വരുന്ന അച്ഛന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് അവിടെ വെച്ചിരുന്ന ഫോട്ടോ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അതിൽ ഒരു താക്കോൽ ഉള്ള കാര്യം അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ അത് അവിടെയെല്ലാം പരതി ഏത് ലോക്കറിന്റെ താക്കോലാണെന്ന് കണ്ടുപിടിച്ച് അത് തുറക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് മറ്റൊരു ലോക്കർ കൂടെയാണ് തായിരുന്നു. അടുത്ത സീനിൽ ഹീറോ ഈ കാര്യം തന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ചിലപ്പോൾ അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഹീറോ ചോദിച്ചു, ഞാൻ അത് എന്ത് ചെയ്യും? ഓഫീസിൽ ഉള്ളവരോട് പറയണോ? ഫ്രണ്ട് പറഞ്ഞു, വേണ്ട, അച്ഛൻ അത് സീക്രട്ട് ആയിട്ടല്ലേ വച്ചിരുന്നേ. നിനക്ക് അച്ഛന്റെ ബിസിനസ് നോക്കി നടത്താൻ താൽപര്യമുണ്ടോ? ഹീറോ പറഞ്ഞു, ഇല്ല, കാര്യങ്ങൾ ഒന്ന് ശരിയാവുന്നത് വരെ ഓഫീസിൽ പോവാം എന്നാ ഞാൻ വിചാരിക്കുന്നേ. ഫ്രണ്ട് പറഞ്ഞു, എന്നാ ഇത് നിന്റെ അച്ഛന്റെ ബിസിനസ് അല്ലേ? നിന്റെ അല്ലല്ലോ, നീ അത് വിട്ടേക്ക്. അങ്ങനെ അടുത്ത ദിവസം ഹീറോ നന്നായി ഒരുങ്ങി ഓഫീസിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവരുടെ ജോലി ചെയ്യുന്ന തിരക്കിലാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അവിടെ വെറുതെയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് അവിടെ എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ല. അങ്ങനെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവർ മീറ്റിംഗ് കൂടുന്നുണ്ട്. അതിലും ഹീറോ ഒന്നും പറയുന്നില്ല. അവസാനം എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ അവൻ അവരോട് ചോദിച്ചു, ടൈഫോൺ ട്രേഡിംഗ് കമ്പനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന 4 ഡിജിറ്റ് നമ്പർ ഏതൊക്കെയാണ് എന്ന്. അവരാണെങ്കിൽ ഇവൻ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഹീറോയുടെ ചോദ്യം കേട്ടതും അവരെല്ലാം എണീറ്റ് പോകുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ചുമരിലുള്ള ഫോട്ടോയിൽ ശ്രദ്ധിക്കുന്നത്. 100 വർഷത്തേക്കുള്ള ഒരു പ്ലാനിനെക്കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നേ. ലഞ്ച് ടൈം ആകുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഹീറോ ഒറ്റയ്ക്ക് കഴിക്കാൻ എന്ന് വിചാരിച്ചു അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സെയോൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ആ 4 ഡിജിറ്റ് നമ്പറിനെക്കുറിച്ച് ചോദിച്ചത്? അത് ഒരു ട്രെയിനിങ്ങിനു വേണ്ടിയാണെന്ന് ഹീറോ പറയുന്നത്. സെയോൻ അവനോട് പറഞ്ഞു, അത് 2072 ആയിരിക്കും. 100 വർഷം ഈ കമ്പനി തികയ്ക്കുന്നത് 2027 ആയിരിക്കും. അതാണ് മീറ്റിംഗ് റൂമിൽ എഴുതിയിരിക്കുന്നത്. അവൾ പോകാൻ ഒരുങ്ങുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ പോരെ എന്ന്. സെയോൻ പറഞ്ഞു, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഈ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെ ആ ദിവസം രാത്രി ഹീറോ ആരും കാണാതെ ഓഫീസിൽ വരുന്നുണ്ട്. അച്ഛന്റെ കേബിനിലുള്ള ആ സേഫ് തുറക്കാനാണ് ഹീറോ ആരും ഇല്ലാത്ത സമയം നോക്കി അവിടെ വന്നത്. അവന്റെ കയ്യിൽ ഒരുപാട് പാസ്വേഡ് എഴുതിയ ഒരു ബുക്കുമുണ്ടായിരുന്നു. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും വർക്ക് ആവുന്നില്ല. അങ്ങനെ ഹീറോ തന്റെ ഫ്രണ്ട് തന്നുവിട്ട ബാഗ് എടുക്കുന്നുണ്ട്. അതിലാണെങ്കിൽ സ്റ്റെതസ്കോപ്പ് വരെയുണ്ട്. അത് വെച്ചും അവന് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം സെയോൻ പറഞ്ഞുകൊടുത്ത നമ്പർ അടിച്ചു നോക്കി. പെട്ടെന്ന് അത് ഓപ്പൺ ആയി. അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും പിന്നെ ബാങ്ക് ബുക്കുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഹീറോ അത് എടുത്ത് ഓരോന്നായി നോക്കാൻ തുടങ്ങി. ഹീറോയുടെ അച്ഛൻ ആ ഓഫീസിൽ ഉള്ള ഓരോ എംപ്ലോയീസിന്റെയും പേരിൽ തുടങ്ങിയ അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ആയിരുന്നു അതെല്ലാം. ഒരെണ്ണം ഹീറോയുടെ പേരിലും ഉണ്ടായിരുന്നു. ആ ബുക്കിന്റെ പിന്നിലായി ഹീറോയും അച്ഛനും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹീറോയെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഗ്രേസ് പറയുന്നത് കേട്ട് മറ്റു ചില എംപ്ലോയീസ് പറയുന്നുണ്ട്, അവൻ പെർമനന്റ് എംപ്ലോയി ഒന്നും അല്ലല്ലോ, ഇവിടെ വരുന്നതിലും നല്ലത് അവൻ വീട്ടിൽ ഇരിക്കുന്നതാ. അങ്ങനെ അവരെല്ലാം കൂടി ലഞ്ച് കഴിക്കാൻ പോകാൻ ഒരുങ്ങുണ്ട്. അപ്പോഴേക്കും ഹീറോ അവിടേക്ക് കയറി വന്നിട്ട് ഹീറോയുടെ കൂടെ ലഞ്ച് കഴിക്കാൻ സെയോണിനെ വിളിക്കുന്നുണ്ട്. അടുത്ത സീനിൽ അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോ സെയോണിനോട് പറഞ്ഞു, ഇത് ഇവിടെ വച്ച് പറയുന്നത് കൊണ്ട് തമാശയായിട്ട് തോന്നാം, പക്ഷേ നിനക്ക് മാത്രമേ എന്നെ ഇപ്പോൾ സഹായിക്കാൻ കഴിയൂ. എങ്ങനെ എന്റെ ജോലി ഈ കമ്പനിയിൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് പഠിക്കണം. എന്തൊക്കെയാ എന്റെ ചുമതലകൾ, എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് അറിയണം എന്നുണ്ട്. സെയോൺ ചോദിച്ചു, ഇപ്പോൾ എന്താ ഇങ്ങനെ തോന്നാൻ? അവൻ പറഞ്ഞു, ഞാൻ നന്നായി ചിന്തിച്ചു. എനിക്ക് എന്റെ അച്ഛന്റെ അംഗീകാരം വേണമായിരുന്നു. എനിക്ക് ഇപ്പോൾ മനസ്സിലായി, അച്ഛന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്നത് ടൈഫോൺ ട്രേഡിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ കമ്പനിയിലെ നല്ലൊരു എംപ്ലോയി ആവണം. അങ്ങനെ അവർ പോകാൻ നേരം സെയോൺ അവനോട് പറയുന്നുണ്ട്, ഹീറോയുടെ അച്ഛൻ അവനോട് അവസാനമായി പറയാൻ ആഗ്രഹിച്ച കാര്യം അത് അവൻ നല്ല ജോലി ചെയ്യും എന്നായിരുന്നു. സെയോണിനോട് അവനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് ഹീറോയ്ക്ക് വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട്. അവസാന നിമിഷം അച്ഛന്റെ കൂടെ
നിൽക്കാൻ സാധിക്കാത്തതിൽ അവൻ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇത് അറിയാൻ സാധിച്ചതിൽ സെയോണിനോടും നന്ദി പറയുന്നുണ്ട്. ഹീറോ പിന്നീട് അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്തു ജോലിയെക്കുറിച്ചായിരിക്കും അച്ഛൻ പറഞ്ഞെന്ന്. അങ്ങനെ അവൻ ആ പാസ്ബുക്ക് എടുത്തു നോക്കുന്നുണ്ട്. അച്ഛൻ ഓരോ തവണ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അതിനൊപ്പം ഹീറോയ്ക്ക് ഒരു മെസ്സേജ് കൂടെ എഴുതുമായിരുന്നു. ഹീറോ അത് ഓരോന്നായി വായിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട മോനെ, നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചുതരാനായി ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും. നീ ജീവിതത്തിൽ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ, എത്രയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ, അത് മാത്രമേ നിനക്ക് സ്വന്തം എന്ന് പറയാൻ സാധിക്കൂ. മനുഷ്യരും ബന്ധങ്ങളുമാണ് റിസൾട്ടിനേക്കാളും വലുത്. നമ്മൾ പൂക്കളെക്കാളും സുഗന്ധവും പണത്തെക്കാളും മൂല്യം ഉള്ളവരുമാണ്. എന്റെ ആഗ്രഹം നീ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നതാണ്. ആ ബുക്കിന്റെ മുന്നിലായി ഇത് ഹീറോയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്നും എഴുതിയിരുന്നു. ഇതെല്ലാം വായിച്ച് ഹീറോയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വിചാരിച്ചതിലും ഒരുപാട് അധികം അച്ഛൻ അവനെ സ്നേഹിക്കുന്നു എന്ന് അവന് മനസ്സിലായി. അടുത്ത ദിവസം ഹീറോ ഓഫീസിലേക്ക് വരുന്നത് കണ്ട് എല്ലാവരും സർപ്രൈസ് ആവുന്നുണ്ട്. കാരണം ഹീറോ സാധാരണ ധരിക്കുന്ന വേഷമായിരുന്നില്ല. ഓഫീസിൽ പോകുന്നവരെ പോലെ കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ചാണ് വന്നത്. ഹീറോ പറഞ്ഞു, ഇന്ന് നമ്മുടെ പ്രോഡക്റ്റ്സ് ഡെലിവറി ചെയ്യാൻ ഞാനും വരുന്നുണ്ട് എന്ന്. അങ്ങനെ ഹീറോയും സെയോണും സീനിയറും കൂടെയാ പോർട്ടിലേക്ക് പോകുന്നത്. ഹീറോയാണെങ്കിൽ തന്റെ ജോലി എങ്ങനെയുള്ളതാണ്, ആരെയൊക്കെ കാണണം എന്നൊക്കെ പഠിക്കാനാണ് അവിടെ വന്നത്. സീനിയർ ആണേൽ ഹീറോയെ അത്ര മൈൻഡ് ആക്കുന്നില്ല. ട്രക്കിന്റെ ഡ്രൈവർ അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, അവനെ ശ്രദ്ധിക്കേണ്ട, അവൻ അധികനാൾ ഈ ഫീൽഡിൽ ഉണ്ടാവില്ല. എന്നാൽ ഡ്രൈവർ സീനിയറിനോട് നീ ആരാ അവനെ ജഡ്ജ് ചെയ്യാൻ എന്ന് തിരികെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇതൊരു ടഫ് ജോബാണ്. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഇതിൽ പിടിച്ചു നിൽക്കണം, എന്നാലേ നാളത്തെ വിജയം കാണാൻ സാധിക്കൂ. അങ്ങനെ അവർ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. സീനിയർ ആണേൽ ഹീറോയെ ഭയമത് കൂട്ടിയില്ല. സെയോണിന് അഡ്രസ് അറിയാവുന്നതുകൊണ്ട് അവർ ഒരുമിച്ച് അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ആണേൽ കണ്ടെയ്നേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇവർ ടൈഫോൺ കമ്പനിയിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞു. മാനേജർ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ റെസിപ്റ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അയാൾ അവിടെ നിന്ന് പോകുന്നു. ഹീറോയാണെങ്കിൽ അവിടെ ചുറ്റും നോക്കിയിട്ട് സെയോണിനോട് പറഞ്ഞു, 30 വർഷമായി ഈ കമ്പനി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിന്റെ ഫെയിലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതുമല്ല, അവർ ഫോൺ കട്ട് ആക്കി വെച്ചിരിക്കുവാണ്. കോളുകൾ സ്വീകരിക്കാതിരിക്കാൻ ഇവർ എന്തോ മറയ്ക്കുന്നുണ്ട്. നീ ഫാക്സ് അയക്കരുത് എന്ന് പറഞ്ഞു. ഹീറോ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. കണ്ടെയ്നേഴ്സിനെ തടയാനാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും സീനിയറിനും ഡ്രൈവറിനും മനസ്സിലാകുന്നില്ല. അവർ അവനോട് മുന്നിൽ നിന്ന് മാറാൻ പറയുന്നുണ്ട്. അവസാനം ഹീറോ വേറെ വഴിയില്ലാതെ വണ്ടിയുടെ മുന്നിൽ കിടക്കുന്നു. അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ എണീറ്റ് മാറും എന്ന് വിചാരിച്ചു. എന്നാൽ ഹീറോ അവിടെ തന്നെ കിടക്കുന്നു. അവന്റെ മുഖത്തേക്ക് മഞ്ഞുതുള്ളികൾ പോലെ പൂക്കളുടെ ഇതളുകൾ കൊഴിഞ്ഞു വീണുണ്ടായിരുന്നു. അപ്പോൾ അവൻ തന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.